ഡൊണേഷൻ കൊടുക്കുന്നതിന്റെ പകുതി പൈസക്ക് ഫുൾ ആയിട്ട് നമുക്ക് പിടിച്ചിറക്കാൻ പറ്റും. നിങ്ങളുടെ ഡ്രീം കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ട്രൈ ചെയ്തു കിട്ടിയില്ല, വെറുതെ ഇയർ കളയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു റിപ്പീറ്റ് എന്തായാലും ചെയ്യത്തില്ല, നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. എക്സ്പെൻസ് ഒക്കെ നോക്കണമല്ലോ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി തോന്നിയത് അർമീനിയ കുറച്ചുകൂടി ലോ എക്സ്പെൻസ് ആണ്. ഹെൽപ്പ് അവർ ഏത് ടൈം മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും അതിന് വേണ്ട ഒരു ഗൈഡൻസ് അവർ തരും. ഒരു ഡോക്ടർ ആവുക എന്നത് ഒരുപാട് കുട്ടികളുടെ സ്വപ്നമാണ്. ഒരു മെഡിക്കൽ സീറ്റ് പ്രതീക്ഷിച്ച് നീറ്റ് എക്സാമിന് വേണ്ടി കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്യുന്നു. പക്ഷെ ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിലൊക്കെ മെറിറ്റ് സീറ്റ് നഷ്ടമാവുമ്പോൾ, അതേസമയം ഒരു ഹ്യൂജ് എമൗണ്ട് ഡൊണേഷൻ ആയിട്ട് പ്രൈവറ്റ് സീറ്റിൽ കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ, ആൻഡ് ഒരു ഗ്ലോബൽ എക്സ്പോഷർ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ഒരു ഡോക്ടർ ആകണം എന്ന സ്വപ്നം കോംപ്രമൈസ് ചെയ്യാതെ MBBS അബ്രോഡിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നു. പക്ഷെ അതേസമയം ഒരുപാട് കൺഫ്യൂഷൻസും ഡൗട്ട്സും ഉണ്ടാവും. അവിടെ പഠിക്കുന്നത് ശരിയായ തീരുമാനമാണോ? കുട്ടികൾക്ക് അവിടെ സേഫ് ആയിരിക്കുമോ? അവിടുത്തെ പ്രാക്ടിക്കൽ എക്സ്പോഷേഴ്സ് ഒക്കെ എങ്ങനെയാണ്? തിരിച്ച് നാട്ടിൽ വന്നിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? സോ ഇത്തരം ഡൗട്ട്സുകളൊക്കെ ക്ലാരിഫൈ ചെയ്യാനും നമുക്ക് കൃത്യമായൊരു മറുപടി തരാനും നമ്മുടെ കൂടെ ഇന്ന് 3 അതിഥികളുണ്ട്. അർമേനിയയിലെ എർബനി മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ MBBS പഠിച്ചിറങ്ങി കറന്റ്ലി AMC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഷെഹൻഷാ, ഇപ്പോ 4th ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫസാന, ഹലോ, ആൻഡ് 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന റിയ. എല്ലാവർക്കും വെസ്റ്റ് മൗണ്ടന്റെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഡോക്ടർ ഷെഹൻഷാ, ഇപ്പൊ നമ്മള് MBBSന്റെ ഒരു കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ AMC പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ, സോ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു MBBS ജേണി? നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മാറി അബ്രോഡ് പോയി അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയി കംഫർട്ടബിൾ ആയി അവിടെ തന്നെ പഠിച്ച് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നു. സോ ഹൗ ഇസ് ഇറ്റ്? ജേർണി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തത് ഉക്രൈനിലായിരുന്നു. ഞാൻ 2017 ലാസ്റ്റ് ബാച്ച് ആയിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഉക്രൈനിൽ പോയി ഒരു 3rd ഇയർ ലാസ്റ്റ് 4th ഇയർ ഫസ്റ്റ് എന്ന രീതിയിലായിരുന്നു. ആ ടൈമിൽ അവിടെ വാർ വന്നപ്പോഴത്തേക്ക് ഞാൻ നേരെ അർമേനിയയിലോട്ട് വന്നു. ഇത് ഞാൻ പോകാൻ നേരത്തെ ഞാൻ ആദ്യമായിട്ട് നോക്കിയത് കൺട്രി എങ്ങനെയാണ്, ക്ലൈമറ്റ് എങ്ങനെയാണ്, പിന്നെ സേഫ് ആയിരിക്കുമോ, പിന്നെ ആ മണി വാല്യൂ ഉണ്ടോ, നമുക്ക് എക്സ്പെൻസ് നോക്കാൻ പറ്റുമോ എന്ന രീതിയിലാണ് ഞാൻ കുറേ കാര്യങ്ങൾ നോക്കിയത്. ക്ലൈമറ്റിനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും വിൻ്റർ ക്ലൈമറ്റ് ആണ് എന്ന രീതി കൊള്ളാം, ആദ്യം രസമുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിൽ നിന്ന് പോകുമ്പോഴത്തേക്കും മഞ്ഞ് കാണാം, ഭയങ്കര രസമാണ് എന്ന രീതിയിൽ. പിന്നെ എക്സ്പെൻസ് നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമില്ല എന്ന രീതിയിൽ ഓക്കെ, നമുക്ക് ഒരു സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വീട്ടിൽ നിന്ന് കുറച്ച് എമൗണ്ട് കിട്ടിയാലും പിന്നെ പാർട്ട് ടൈം ചെയ്യാവുന്ന രീതിയിൽ പറ്റും ഈ കൺട്രീസിലെ കണ്ടിൽ. അപ്പം അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഓക്കെ ബെറ്റർ ആയിട്ട് തോന്നി. ഞാൻ ഉക്രൈൻ വാർ കഴിഞ്ഞിട്ട് നാട്ടിൽ കുറച്ച് നാൾ നിന്ന് ഞാനൊരു 1 ഇയർ അടുപ്പിച്ച് എന്ന രീതിയിൽ നിന്നപ്പോഴത്തേക്കും ഞാൻ കുറേ കൺട്രീസ് നോക്കിയപ്പോഴത്തേക്കും ജോർജിയ നോക്കി, ഉസ്ബെക്കിസ്ഥാൻ നോക്കി, കിർഗിസ്ഥാൻ നോക്കി. അതൊക്കെ മെയിനായിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റി, പ്രാക്ടിക്കൽസ് കാര്യങ്ങൾ, പിന്നെ എക്സ്പെൻസ് ഇത് നോക്കിയപ്പോഴത്തേക്ക് അഫിലിയേഷൻസ് എന്ന ബേസിസിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ബെറ്ററായിട്ട് അർമേനിയ തോന്നി. അതിനകത്ത് എർബനി മെഡിക്കൽ യൂണിവേഴ്സിറ്റി അവർക്ക് ഓൺ ഹോസ്പിറ്റലുണ്ട്, നല്ല പ്രാക്ടിക്കൽസ് കൊടുക്കുന്നുണ്ട് എന്ന രീതി പറ്റുമ്പോഴത്തേക്കും ഓക്കെ കംഫർട്ടബിളായി. അങ്ങനെ ഞാൻ അത് ചൂസ് ചെയ്തു. പിന്നെ അഫിലിയേഷൻസ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മോസ്റ്റ്ലി നാട്ടിൽ വന്ന് എനിക്ക് വർക്ക് ചെയ്യാൻ ഒരു വലിയ താല്പര്യമില്ലാത്തതാണ്. ഞാൻ അബ്രോഡ് പോയി വർക്ക് ചെയ്യാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പോഴത്തേക്ക് WFME പിന്നെ IAR അക്രഡിറ്റേഷൻ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ എല്ലാം ഞാൻ നോക്കി. അപ്പോഴത്തേക്കും എർബനിക്ക് ഉണ്ട്, അക്രഡിറ്റേഷൻസ് ഉണ്ട്. ആ രീതിയിൽ ഞാൻ ചൂസ് ചെയ്ത് അർമേനിയയിലോട്ട് പോയി. സോ ഇപ്പം പറഞ്ഞ പോലെ തന്നെ പാരൻസിൻ്റെ ഒരു വലിയ കൺസേൺ ആയിരിക്കും. അതായത് നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളിലൊക്കെ ഈ പറയുന്ന അക്രഡിറ്റേഷൻ ഉണ്ടോ, നമ്മൾ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ടാവും എന്നൊക്കെ പാരൻസിന് ഭയങ്കര ഒരു കൺസേൺ ആയിരിക്കും. സോ ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു 1 വർഷം അവിടെ പോയിട്ട് നാട്ടിൽ നിന്നു. വാറായപ്പോഴത്തേക്കും ഞാനൊരു ട്രാൻസ്ഫർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ട്രാൻസ്ഫർ ആകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ നോക്കി പോകണം എവിടെ ഇയർ ബാക്ക് ആവല്, കറക്റ്റായിട്ട് ഇയർ കിട്ടണം, ഇത്ര സബ്ജക്ട്സ് കുറച്ച് പെൻഡിങ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം, പിന്നെ പ്രാക്ടിക്കൽസ് വേണം. ആ രീതിയിൽ നോക്കിയപ്പോഴത്തേക്കും ബെറ്ററായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ ഒരു ഡോക്ടർ ആവുക എന്നുള്ളൊരു ആഗ്രഹം മുന്നേ തൊട്ടേ ഉണ്ടായതാണോ, അതോ ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും പ്ലസ് ടു കഴിയുമ്പോൾ ഓക്കെ നീറ്റ് എഴുതി നോക്കാം എന്നിട്ട് ബാക്കി തീരുമാനിക്കാം, അങ്ങനെയാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈഫിൽ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷനിൽ ഓക്കെ എനിക്ക് ഡോക്ടർ ആവണം എന്നുള്ളൊരു തീരുമാനം എടുത്തതാണോ? പണ്ട് മുതൽ ഡോക്ടർ സെറ്റ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുട്ടികളായിട്ട് ചെറുതായിട്ട് കളിക്കുമ്പോൾ ഓക്കെ. എൻ്റെ ബ്രദറായിരുന്നു എൻ്റെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അങ്ങനെ ഇതായപ്പം പാരൻസ് പറഞ്ഞു നോക്കി എന്നാൽ ട്രൈ ചെയ്ത് നോക്ക്, നീറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ 10th എത്തിയപ്പോൾ പറഞ്ഞു നീറ്റ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു.
അപ്പം അന്നേരം എയിംസ് ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പ്ലസ് ടു കഴിഞ്ഞ് നീറ്റിൻ്റെ റിസൾട്ടൊക്കെ വന്നു. അപ്പം ഇങ്ങനെ അബ്രോഡ് നോക്കി ഇങ്ങനെയാണ് ഇവിടെ വന്നത്. ഓക്കെ ഫൈൻ. അങ്ങനെ തന്നെയാണോ ഫർസാനയ്ക്കും? ഏകദേശം അതുപോലെ ലൈക്ക് പണ്ട് തൊട്ട് ഡോക്ടറാണെന്ന് ഇഷ്ടമായിരുന്നു. പക്ഷെ നീറ്റ് എഴുതി പിന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു ഇത് കാരണം ഞാൻ എബ്രോഡാണ് നോക്കിയത്. ഇപ്പം നിങ്ങൾ നീറ്റിന് പോകുന്ന സമയത്തുള്ള നിങ്ങളുടെ ഒരു പ്രഷർ എങ്ങനെയായിരുന്നു? ലൈക്ക് ഒരുപാട് ലക്ഷക്കണക്കിന് കുട്ടികൾ നീറ്റ് എക്സാം ഒരേ ടൈമിൽ എഴുതുന്നുണ്ടല്ലോ, പക്ഷെ നമുക്ക് അത്രയും സീറ്റ് അവൈലബിലിറ്റി ഇല്ല. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങളുടെ ആ ഒരു പ്രഷർ എങ്ങനെയാണ്? നിങ്ങൾ കാമായിട്ട് തന്നെയാണോ അത് അറ്റൻഡ് ചെയ്തത്, അതോ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നോ? എങ്ങനെയായിരുന്നു? ഭയങ്കര ടെൻഷനായിരുന്നു. ലൈക്ക് ഞാൻ പോയ സെൻറ്ററിൽ ഭയങ്കര ടെൻഷനായിട്ട് എക്സാം ഒക്കെ എഴുതിയത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു റിപ്പീറ്റ് എന്തായാലും ചെയ്യത്തില്ല, നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. ഓക്കെ. സോ അങ്ങനെ റിപ്പീറ്റിനൊക്കെ പോകുന്ന കുട്ടികളുണ്ടാവുമല്ലോ, സോ അവരുടെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നല്ല. ലൈക്ക് ഓക്കെ, ഇത്രയും നമുക്ക് അവൈലബിലിറ്റി കുറച്ചേ ഉള്ളൂ. അപ്പം ഇത്രയും ലക്ഷക്കണക്കിന് കുട്ടികൾ ഓരോ വർഷം കൂടുക ചെയ്യുന്നു, കുറയുന്നില്ലല്ലോ. അപ്പം ബെറ്റർ സെക്കൻഡ് ഓപ്ഷനായിട്ട് അബ്രോഡോ. അതായത് നിങ്ങളുടെ ഡ്രീം കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ ഫൈൻ. ഇപ്പം യൂഷ്വലി എല്ലാ ആൾക്കാരും അബ്രോഡ് MBBS എന്ന് പറയുന്നത് ഒരു ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ടൊക്കെയാണ് വെക്കുന്നത്. പക്ഷേ അത് പലരുടെയും കരിയറിലെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിട്ട് മാറുന്നുണ്ട്. സോ അതിനെങ്ങനെയാ അത് നമുക്കൊരു ഫസ്റ്റ് ഓപ്ഷൻ ആക്കണം എന്ന് പറയാനുള്ള എന്തെങ്കിലും റീസൺസ് ഉണ്ടോ? ഫസ്റ്റ് ഓപ്ഷൻ ആക്കുന്ന റീസൺ എന്ന് പറയുകയാണെങ്കിൽ ലൈക്ക് ട്രൈ ചെയ്തു കിട്ടിയില്ല, വെറുതെ ഇയർ കളയില്ല. ബെറ്റർ ആയിട്ട് ഓപ്ഷൻ രീതിയിൽ ലൈക്ക് നാട്ടിൽ നമുക്ക് ഇൻ കേസ് നമുക്കൊരു റാങ്ക് ലിസ്റ്റ് വന്നാൽ പോലും ലൈക്ക് മോസ്റ്റ്ലി എല്ലാവർക്കും കിട്ടുന്ന പ്രൈവറ്റ് മെഡിക്കൽ കോളേജസാണ്. അവിടെ വരുമ്പോൾ തന്നെ ഒരു ഹ്യൂജ് എമൗണ്ട് ഡൊണേഷൻ മാത്രം ആവും. അപ്പം ഈ ഡൊണേഷൻ്റെ ഒരു പകുതി എമൗണ്ട് മതി നമുക്ക് അബ്രോഡ് പോയി MBBS കംപ്ലീറ്റ് ചെയ്യാം. ആ രീതി നോക്കുമ്പോഴത്തേക്ക് ബെറ്ററാണ്. പിന്നെ അഫിലിയേഷൻസ് കൂടുതലുണ്ട്, പിന്നെ പ്രാക്ടിക്കൽസ് നമുക്ക് കിട്ടും. പിന്നെ അഫിലിയേഷൻസ് കൂടുതലുണ്ടായതുകൊണ്ട് നമുക്ക് അബ്രോഡ് എവിടെ വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് നമുക്ക് ഇവിടെ നാട്ടിലെ പ്രൈവറ്റ് കോളേജിന്റെ അത്ര ഡൊണേഷൻ ഇല്ലാതെ തന്നെ പകുതി പൈസക്ക് നമുക്ക് അബ്രോഡ് ഡൊണേഷൻ കൊടുക്കുന്നതിന്റെ പകുതി പൈസക്ക് ഫുള്ളായിട്ട് നമുക്ക് പിടിച്ചിറക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് ഒരു കൺസേൺ ആയിരിക്കും അത് നമുക്ക് നമ്മുടെ സ്റ്റഡീസിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റിക്ക് ഈ പറയുന്ന വാല്യൂ ഉണ്ടാകുമോ എന്നുള്ളൊരു ഡൗട്ട് എന്തായാലും വരുമല്ലോ. സോ അതെങ്ങനെയാണ് ഈ നമ്മൾ പഠിച്ചിറങ്ങിയ യൂണിവേഴ്സിറ്റിയുടെ ഒരു അഫിലിയേഷനും റെക്കഗ്നീഷനും ഒക്കെ എങ്ങനെയാണ്? നമ്മളെ യൂണിവേഴ്സിറ്റി വരുമ്പോഴത്തേക്കും ലൈക്ക് WFME എന്നൊരു അഫിലിയേഷൻ ഉണ്ട്. ഈ WFME ഉണ്ടെങ്കിൽ ലൈക്ക് ECFMG, WFME, WHO അപ്രൂവ്ഡ്, പിന്നെ NMC നാഷണൽ മെഡിക്കൽ കൗൺസിൽ ഇന്ത്യയിൽ അപ്രൂവ് ചെയ്യുന്നത്. ഈ ECFMG അപ്രൂവൽ ഉണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് അബ്രോഡ് US എക്സാം എഴുതാൻ പറ്റും, UK എക്സാം എഴുതാൻ പറ്റും, ഓസ്ട്രേലിയ എക്സാം എഴുതാൻ പറ്റും. ഈ ഒരു അഫിലിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം എഴുതി അവിടെ ക്വാളിഫൈ ആയിട്ട് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സോ ഈ എല്ലാ റെക്കഗ്നീഷനും ഉള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്? എല്ലാ റെക്കഗ്നീഷനും ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. ലൈക്ക് ഞാൻ AMCക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം, ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. അപ്പം അവിടെ എന്തായാലും ECFMG ഉണ്ടെങ്കിൽ എൻ്റെ സർട്ടിഫിക്കറ്റ് അവർ ആദ്യമായിട്ട് ടിക്ക് ചെയ്തിട്ട് അപ്രൂവൽ ചെയ്യത്തുള്ളൂ. അതിനുശേഷമുള്ള വെരിഫിക്കേഷൻസ് എല്ലാം അവർ ചെക്ക് ചെയ്യും, യൂണിവേഴ്സിറ്റി ഇങ്ങനെയാണോ എന്ന രീതിയിൽ. ഇത്രയും അഫിലിയേഷൻസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. ആദ്യത്തെ ഒരു അപ്രൂവൽ ഉണ്ട് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ അതിന് ഇനിഷ്യൽ അപ്രൂവൽ ഓക്കെ വന്നു കഴിഞ്ഞാൽ ബാക്കി പ്രൊസീജിയേഴ്സ് ലൈക്ക് എക്സാമിന് ഉള്ള കാര്യങ്ങൾ, രജിസ്ട്രേഷന്, എല്ലാ രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഇപ്പോൾ കറന്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, സോ ഹൗ ഇസ് ഇറ്റ്? ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ്, നല്ല കോളേജാണ്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. പിന്നെ ഫസ്റ്റ് ഇയർ മുതൽ നമുക്ക് ഇൻറ്റേൺഷിപ്സ് ഒക്കെ ഉണ്ട്, സോ ഹെൽപ്ഫുൾ. ഫസ്റ്റ് ഇയർ തൊട്ട് എന്തെങ്കിലും പ്രാക്ടിക്കൽസ് ഉണ്ടാവും? അതെ. ഓക്കെ. ഫസ്റ്റ് ഇയർ എങ്ങനെയാണ്, സ്റ്റാർട്ടിങ്ങിലാണോ അതോ ലാസ്റ്റിലോട്ടാണോ വരുന്നത്? ഫസ്റ്റ് സെം മുതൽ ക്ലിനിക്കൽ ക്ലാസ്സസ് ഉണ്ടാവും, ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻറ്റേൺഷിപ്സ് സ്റ്റാർട്ട് ആവും. ഓക്കെ. ഇപ്പം കുട്ടികളുടെ ഒരു കൺസേൺ ആണ് ലാംഗ്വേജ് ഇഷ്യൂ. അതായത് ഇപ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്ന സമയത്ത്, അത് പുറത്ത് നമ്മൾ പഠിക്കുമ്പോൾ അവിടുത്തെ ലാംഗ്വേജ് ഒരു കൺസേൺ ആയിട്ട് മാറുന്നുണ്ടല്ലോ. സോ അവിടെ നമുക്ക് ലാംഗ്വേജസ് പഠിപ്പിക്കുന്നുണ്ടോ? ഫസ്റ്റ് ഇയർ തന്നെ ഫസ്റ്റ് സെമ്മിൽ മാൻഡേറ്ററി ആയിട്ട് ലാംഗ്വേജ് പഠിക്കണം. ഓക്കെ, അത് ഒരു സബ്ജക്റ്റ് ആണ്. ഉണ്ട്. സോ അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങളെ? നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ക്ലാസ്സസ് ഒക്കെ. ഓക്കെ. സോ എങ്ങനെയാണ് ഫർസാനയ്ക്ക് എങ്ങനെയുണ്ട്? നല്ല ക്ലാസ്സസ്സാണ്. ലൈക്ക് ക്ലാസ് ടൈം ആയാലും കുറച്ചുകൂടി ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. യൂഷ്വലി നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ പറയല്ലേ MBBS അത്രയും പ്രൊഫഷണൽ കോഴ്സാണ്, അപ്പോൾ അത് പഠിക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി അതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. സോ അങ്ങനെയുള്ള ഒരു പ്രഷറൊന്നും ഇല്ല.
ലൈക്ക് സീരിയസ് ആയിട്ടുള്ള കോഴ്സാണ്, പക്ഷേ നമുക്കതിൽ ഒത്തിരി സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് പഠിക്കാം. അവർ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്, പിന്നെ പ്രാക്ടിക്കൽസ് ഉണ്ട്. കുറച്ചൊരു ബെറ്റർ ഒരു ഓപ്ഷനാണ്. ഓക്കെ ഫൈൻ. സോ ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ സ്ട്രെങ്ത് കുറവാണല്ലോ. യൂഷ്വലി നമ്മുടെ നാട്ടിലുള്ള അത്ര ഒരു 60-70 സ്റ്റുഡൻസ് ഒരു ബാച്ചിൽ വരിക അങ്ങനെയില്ലല്ലോ. സോ അത് നിങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമുക്ക് കുറച്ചും കൂടി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് ചോദിക്കാൻ പറ്റും, ടീച്ചേഴ്സിനെ ഫോക്കസ് ചെയ്യാൻ പറ്റും. അത്ര കുട്ടികളല്ലേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഫൈൻ. സോ ഇപ്പം നമുക്ക് പാർട്ട് ടൈം ചെയ്യുമ്പം നിങ്ങൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ടൈം മാനേജ് ചെയ്യുന്നത്? ലൈക്ക് ക്ലാസ്സസ് 4 to 5 അവർ ഡെയിലി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈസിലി മാനേജ് ചെയ്യാൻ പറ്റും. പാർട്ട് ടൈം ആണെങ്കിലും ക്ലാസ്സസ് ആണെങ്കിലും സ്റ്റഡീസ് ആണെങ്കിലും. ഓക്കെ. സ്റ്റേ ഒക്കെ എങ്ങനെയുണ്ട്? ഞാൻ അപ്പാർട്ട്മെൻറ്റിലോട്ട് മാറി. ഫസ്റ്റ് ഇയർ നമുക്ക് എന്തായാലും ഹോസ്റ്റലിൽ നിൽക്കണം. അത് കഴിഞ്ഞ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞാൻ അപ്പാർട്ട്മെൻറ്റിലോട്ട്. ഓക്കെ. ഏതാ കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കുന്നത്? അപ്പാർട്ട്മെൻറ്റാണ് എനിക്ക് കുറച്ചുകൂടി ഓക്കെ. ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മെസ്സ് അവൈലബിൾ ആണ്, പക്ഷെ അല്ലാണ്ട് സെൽഫ് കുക്കിംഗ് ആയിരിക്കും. ഓക്കെ ഓക്കെ ഫൈൻ. ഇപ്പം അവിടെയുള്ള ടീച്ചേഴ്സുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? ഇപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞു, അതായത് കുറച്ച് കുട്ടികൾ മാത്രമുള്ള ഒരു ബാച്ച് ആയിരിക്കും നിങ്ങളുടെ. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലായിരിക്കും പോകുന്നുണ്ടാവുക. സോ എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻ, ടീച്ചറും ഒരു സ്റ്റുഡൻറ്റും തമ്മിലുള്ളത്? ലൈക്ക് കുറച്ച് പേരുണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ലൈക്ക് എക്സ്പോഷർ കുറച്ച് കൂടുതലുണ്ട്. ലൈക്ക് 15 പേര് വരുവാണെങ്കിൽ പോലും ലൈക്ക് ചില സമയത്ത് ലൈക്ക് നമുക്ക് ക്ലിനിക്കൽസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ലൈക്ക് അവർ സെപ്പറേറ്റ് ആയിട്ട് 5 പേര് എന്ന രീതിയിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സ് മെയിൻലി പ്രോസസ്സിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ലൈക്ക് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആണ് എല്ലാവരും. ലൈക്ക് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും നമുക്ക് ഏത് ടൈമിലും നമുക്ക് ഹോസ്പിറ്റലിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോഴത്തേക്കും അവർ തന്നെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി കാർഡ് വെച്ച് എൻട്രി ചെയ്താൽ മതി, കുഴപ്പമില്ല, ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് കാര്യം പറഞ്ഞാൽ മതി, അകത്ത് വരാം, പ്രാക്ടീസ് ചെയ്യാം, നമ്മളവിടെ കാണും എന്ന രീതിയിൽ 24/7 എന്ന രീതിയിൽ നമുക്ക് ഹോസ്പിറ്റൽ എൻട്രി ഉണ്ട്. ലൈക്ക് നമുക്ക് സ്റ്റുഡൻറ്റ് ID കാർഡ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് നമ്മുടെ പ്രൊഫസർ ഉണ്ടെങ്കിൽ നമുക്ക് കയറാം, നമുക്കൊക്കെ വർക്ക് ചെയ്യാം, നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ലൈക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ലൈക്ക് WHO കുറേ പ്രോഗ്രാംസ് ഉണ്ട്. ലൈക്ക് ഇൻസൈഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ഔട്ട് സൈഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോഴത്തേക്കും ചില പ്രോഗ്രാംസിനൊക്കെ ലൈക്ക് ഞങ്ങൾ പ്രൊഫസേഴ്സിൻ്റെ ട്രാവൽ ചെയ്തിട്ടുണ്ട്, ലൈക്ക് അതർ സ്റ്റേറ്റ്സ് എന്ന രീതിയിൽ. അപ്പോഴത്തേക്കും അതൊരു ലൈക്ക് ഒരു ഫൺ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവർ ഒരു ലൈക്ക് സ്ട്രിക്റ്റ് ആയിട്ടില്ല, ഒരു ഫൺ മൂഡ് ഓക്കെ എന്ന രീതിയിൽ നമ്മൾ ലൈക്ക് ഔട്ട്ഡോർ പോകും, നമ്മൾ ലൈക്ക് ക്യാമ്പിനകത്ത് അറ്റൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരും. നമ്മൾ ചിലപ്പം പ്രോസസ്സായിട്ടായിരിക്കും സ്റ്റേ, അവർ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും, റിസോർട്ടിലൊക്കെ പോയിരിക്കും. അങ്ങനെ വിൻ്ററിലൊക്കെ നമ്മൾ പോയി നിന്നിട്ടുണ്ട്. സമ്മറിൽ കുറച്ച് ഏരിയയിലൊക്കെ അവർ തന്നെ കുറേ സ്പോട്ടുകൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ യൂഷ്വലി അങ്ങനെ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുന്നതാണോ അതോ നിങ്ങളായിട്ട് തന്നെ പോകുന്നതാണോ? ഇങ്ങനത്തെ നമ്മൾ വോളണ്ടിയർ ചെയ്യുവാണെങ്കിൽ ഓക്കെ ഉണ്ട്. പരിപാടികളൊക്കെ WHO ഇഷ്ടംപോലെ പരിപാടിയുണ്ട്. യൂണിവേഴ്സിറ്റിയിലേക്ക് കുറേ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്, ലൈക്ക് അവയർനെസ്, ലൈക്ക് ക്യാൻസർ അവയർനെസ്, പിന്നെ ഡ്രഗ്, പിന്നെ ലൈക്ക് ഇൻഫ്ലുവൻസ വൈറസ്, അങ്ങനത്തെ ഉള്ള കുറേ പരിപാടികളുണ്ട്. ആ രീതിയിൽ ലൈക്ക് കുറേ WHO പ്രോഗ്രാംസ് ഉണ്ട്. നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലൈക്ക് WHO സർട്ടിഫിക്കറ്റ് കിട്ടും. അതായത് നമ്മൾ ഈ വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യണം, പ്രോപ്പറായിട്ട് നമ്മൾ എങ്ങനെയാണ് സംഭവങ്ങൾ എന്നവർ ക്ലിയർ ചെയ്ത് പഠിപ്പിച്ചു തരും. ഇപ്പം നിങ്ങൾക്ക് യൂഷ്വലി ഇങ്ങനത്തെ സ്റ്റഡീസ് അപ്പാർട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ സെമിനാർ കാര്യങ്ങളൊക്കെ? നമുക്ക് സെമിനാറും കാര്യങ്ങളൊക്കെ ലൈക്ക് മന്ത്ലി ലൈക്ക് അബ്രോഡിൽ നിന്ന് നമുക്ക് ലൈക്ക് പ്രൊഫസേഴ്സ് വരും. ലൈക്ക് അതിനകത്ത് നോട്ടബിളി മെയിനായിട്ട് നമുക്ക് വന്നതിനകത്ത് ഡോക്ടർ പീയൂഷ് ജെയിൻ ഉണ്ട്. പുള്ളിക്കാരൻ ലൈക്ക് ENT സർജനാണ് ഫ്രം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി UK. സോ അങ്ങനത്തെ ഉള്ള പിന്നെ ഡോക്ടർ അബ്കരിയാൻ ഫ്രം ഫ്രാൻസ്, പുള്ളിക്കാരൻ കാർഡിയോളജിസ്റ്റാണ്. സോ അങ്ങനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ബെറ്റർ ഫിഗേഴ്സ് ഒന്നും നമുക്ക് ലൈക്ക് മന്ത്ലി സെമിനാർസ് എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടും ഏത് രീതിയിലാണ് എങ്ങനെയാണ് പോകേണ്ടത്, അപ്പം ഏത് ഫീൽഡാണ് ബെറ്റർ, എങ്ങനെ നമുക്ക് ലൈക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും, എങ്ങനെ ചൂസ് ചെയ്യാം. പിന്നെ ലൈക്ക് നമുക്ക് എമർജൻസി ട്രെയിനിങ്സും കാര്യങ്ങളും അവർ തന്നെ തരും. അപ്പം ഒരു സിറ്റുവേഷൻ ലൈക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒരു പേഷ്യൻറ്റിന് നമുക്ക് എങ്ങനെ ഏത് ടൈമിൽ എങ്ങനെ ഒരു സിറ്റുവേഷൻ പറ്റും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴത്തേക്കും ആ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ആക്ട് ചെയ്യുന്ന രീതിയിൽ അവർ പ്രോപ്പറായിട്ട് നമ്മൾ പറഞ്ഞു തരും. ലൈക്ക് ബേസിക്കായിട്ട് നമ്മൾ തിങ്ക് ചെയ്യാൻ പഠിപ്പിക്കും. ഓക്കെ. നമ്മളിപ്പം പാരൻസിൻ്റെ അടുത്തും സ്റ്റുഡൻസിൻ്റെ അടുത്തും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു മെയിൻ കൺസേൺ ആണ് ഈ കഡാവറും സ്റ്റിമുലേറ്റഡ് ബോഡീസും. അതായത് നമ്മുടെ നാട്ടിൽ കഡാവേഴ്സാണ് യൂഷ്വലി യൂസ് ചെയ്യാറ്, പക്ഷേ അബ്രോഡ് ആകുമ്പോൾ സ്റ്റിമുലേറ്റഡ് ബോഡീസാണ് അതിന് പകരം യൂസ് ചെയ്യുന്നത്. സോ അത് കഡാവറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്റ്റിമുലേറ്റഡ് ബോഡിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആവുന്നുണ്ട്?
സ്റ്റിമുലേറ്റഡ് ബോഡിയിൽ നമുക്ക് ഫിസിയോളജി പഠിക്കാൻ കുറച്ചും കൂടി സിമ്പിളാണ്. ലൈക്ക് റിയാക്ഷൻസ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് വരിക എന്നൊക്കെ പഠിക്കാൻ പറ്റും. പക്ഷെ അത് കെടാവറിലായിരിക്കും അതൊന്നും അത്ര പറ്റത്തില്ല. പിന്നെ അനാറ്റമിക്കലി നോക്കുവാണെങ്കിൽ കെടാവർ കുറച്ചും കൂടി യൂസ്ഫുൾ ആകുന്നുണ്ട്. ബേസിക്കലി പറയുകയാണെങ്കിൽ ലൈക്ക് അനാറ്റമി പഠിക്കാനാണ് കെഡാവർ ബെറ്റർ. ലൈക്ക് ബാക്കിയുള്ള റിയാക്ഷൻസ് കാര്യങ്ങൾ ലൈക്ക് ഇൻ കേസ് ലൈക്ക് ഒരു ലൈക്ക് ട്രോമ കേസ് ലൈക്ക് ആക്സിഡൻറ്റ് കേസൊക്കെ വരുമ്പോഴത്തേക്ക് ലൈക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ എപ്പോഴും പേഷ്യൻസ് അങ്ങനെ അവൈലബിൾ അല്ല പഠിക്കുന്ന സമയത്ത്. ലൈക്ക് അങ്ങനെ വരുമ്പോഴത്തേക്ക് സിമുലേറ്റഡ് ബോഡീസ് നമുക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ സിനേറിയോ നമുക്ക് റീക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്, ഏത് രീതിയിലാണ് ഡ്രഗ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാം എന്ന രീതിയിലുള്ള നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അത് ഇഷ്ടംപോലെ ഡിപ്പാർട്ട്മെൻറ്റ്സിലുണ്ട്. ലൈക്ക് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ട്രോമ കേസസിലുണ്ട്, എമർജൻസി ഉണ്ട്, കാർഡിയോളജി ഉണ്ട്. അപ്പം ഇങ്ങനത്തുള്ള റിസ്ക് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വരുമ്പോഴത്തേക്ക് ലൈക്ക് നമുക്ക് എപ്പോഴും പേഷ്യൻസ് ഇങ്ങനെ വരില്ല, എല്ലാ കേസസും അവൈലബിൾ ഇല്ല. അങ്ങനെ ഒരു സിനേറിയോ വരുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടി ബെറ്റർ ആണ്. ലൈക്ക് ഇപ്പം സ്റ്റിമുലേറ്റഡ് ബോഡീസ് ലൈക്ക് നമ്മളെ യൂണിവേഴ്സിറ്റി മാത്രമല്ല, ലൈക്ക് അബ്രോഡുള്ള കുറേ യൂണിവേഴ്സിറ്റി അവർ യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് അതുപോലെ തന്നെ ഇന്ത്യയിൽ ലൈക്ക് വൺ ഓഫ് ദ ടോപ്പ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എയിംസ് യൂസ് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ആം ഫോഴ്സ് മെഡിക്കൽ കോളേജസിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ലൈക്ക് ഒരു ട്രോമ കേസ് ലൈക്ക് ഒരു ലൈക്ക് വാർ സിറ്റുവേഷൻസ് എന്ന രീതി വരുമ്പോഴത്തേക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഇഞ്ചുറീസ് എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം, അപ്പം എങ്ങനെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന രീതിയിൽ നമുക്ക് ഒരു ട്രെയിനിങ് തരുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് ലൈക്ക് പേഷ്യൻസിനെ കാട്ടി ഏറ്റവും കൂടുതൽ ബെറ്റർ ട്രെയിനിങ് സ്റ്റിമുലേറ്റഡ് ബോഡീസ് ആണ്. പിന്നെ നമ്മൾ പേഷ്യൻസിനായിട്ട് ഡയറക്റ്റ് കാണുന്ന സമയത്ത് ഈ പറഞ്ഞ പ്രാക്ടിക്കലി നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി അതായിരിക്കും ബെറ്റർ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് ട്രെയിൻ ചെയ്യുമ്പോഴത്തേക്ക് ലൈക്ക് നമ്മൾ ഇന്ത്യയിൽ വരുമ്പോഴത്തേക്കും ചില സമയത്ത് ചില കേസസിൽ ഇങ്ങനെ ക്രിട്ടിക്കൽ കേസസിൽ വരുമ്പോഴത്തേക്കും സ്റ്റുഡൻസ് ഹാൻഡിൽ ചെയ്യാറുണ്ട്. പക്ഷേ ലൈക്ക് അവർക്ക് എക്സ്പീരിയൻസ് കുറവാണ്. ലൈക്ക് അബ്രോഡ് ആകുമ്പോഴത്തേക്കും അത് പോസിബിൾ. ലൈക്ക് മെഡിക്കൽ എത്തിക്സ് എന്ന രീതിയിൽ ഒരു സംഭവമുണ്ട്. ലൈക്ക് ഇങ്ങനെ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യണം, ആരാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെ സീനിയേഴ്സിൽ സീനിയർ ഡോക്ടേഴ്സ് ട്രീറ്റ് ചെയ്യണം, ജൂനിയേഴ്സ് ട്രീറ്റ് ചെയ്യണം. ലൈക്ക് അങ്ങനത്തെ ഒരു എത്തിക്സ് വെക്കുന്നതെന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ലൈക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു ലൈക്ക് ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് അല്ല, മെഡിക്കൽ ലൈക്ക് ഒരു തെറ്റ് പറ്റുകയില്ല, ആ രീതിയിലൊരു കാര്യം കറക്റ്റാവും. ഇപ്പൊ നമ്മള് പേഷ്യൻസുമായിട്ടുള്ള ഇന്ററാക്ഷനും പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ നാട്ടിലേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അബ്രോഡ് എങ്ങനെയാണ്? ഇവിടെ ഇപ്പം നമുക്കൊരു പേഷ്യൻറ്റിനെ കാണാൻ പേഷ്യൻ്റെ പെർമിഷൻ വേണമെന്ന് തോന്നില്ല. പക്ഷെ അവിടെ അപ്പം പേഷ്യൻറ്റിൻ്റെ കൺസേൺ വേണം. അതിപ്പം അവരോട് സംസാരിക്കാനാണെങ്കിൽ അവരെ ടച്ച് ചെയ്യാൻ പോലും ഫസ്റ്റ് അവരെ കൺസേൺ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഫൈൻ. അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ നമുക്ക് ആരാ ഓപ്പൺലി ഇന്ററാക്ട് ചെയ്യാം, അവിടെ അത് പറ്റില്ല, ലിമിറ്റേഷൻസ് ഉണ്ട്. ഫർസാന, എങ്ങനെയുണ്ട് അവിടുത്തെ ഹോസ്റ്റൽ ജീവിതം? പോയി ഫസ്റ്റ് ഇയർ ഹോസ്റ്റലിൽ നിർബന്ധമായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അപ്പാർട്ട്മെൻറ്റിലോട്ട് ഷിഫ്റ്റായി. ഹോസ്റ്റലിൽ മെസ്സൊക്കെ ഉണ്ട്. അപ്പാർട്ട്മെൻറ്റ് ആയപ്പോഴത്തേക്കും അവിടെ ഇന്ത്യൻ ഫുഡൊക്കെ അവൈലബിൾ ആണോ? എല്ലാ ടൈപ്പ് ഫുഡ് അവൈലബിളാണ്. നമ്മൾ മെസ്സ് സെലക്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും. പിന്നെ അപ്പാർട്ട്മെൻറ്റ് ആകുമ്പോഴത്തേക്കും സെൽഫ് കുക്കിംഗ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഓപ്ഷനിലോട്ട് മാറി. ഹോസ്റ്റലിൻ്റെ സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇപ്പം നമുക്ക് യൂണിവേഴ്സിറ്റിയിലോട്ട് പോകാനാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ആയാലും നമുക്ക് ഈസിലി പെട്ടെന്ന് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻസ് കിട്ടും. മൊത്തത്തിലൊരു ബെറ്റർ ഓപ്ഷനാണ് ഹോസ്റ്റൽ. പക്ഷേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അപ്പാർട്ട്മെൻറ്റാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. ലൈക്ക് ഫസ്റ്റ് ഇയർ വരുമ്പോഴത്തേക്ക് സ്റ്റുഡൻസിന് അത്രയും വലിയ എക്സ്പോഷർ ഇല്ല. അപ്പോഴത്തേക്ക് സേഫ്റ്റി കാര്യങ്ങൾ എന്ന രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈക്ക് ഏതൊക്കെ സൈഡിൽ പോകണം, സീനിയേഴ്സ് കാണും ഗൈഡ് ചെയ്യാൻ. അങ്ങനെ രീതിയിൽ പോകാൻ നേരത്തെ ലാംഗ്വേജ് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് സീനിയേഴ്സ് കൂടെ പോകും. പിന്നെ പയ്യനെ പഠിച്ച് വരുമ്പോഴത്തേക്ക് ഓക്കെ ഒരു 1 ഇയർ കൊണ്ട് ഫുള്ള് ഒരു കവറപ്പ് ആവും. നമുക്ക് 1 ഇയറിൽ ലാംഗ്വേജ് ഉണ്ട്, നമ്മൾ അത് ക്ലിയർ ആക്കും. പിന്നെ സ്ഥലമൊക്കെ പഠിക്കും. കുറേ കാര്യങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് എല്ലാവരും അപ്പാർട്ട്മെന്റിലോട്ട് ഷിഫ്റ്റ് ആവും. അപ്പോഴേക്കും നമ്മൾ ഫുള്ളി എക്യുപ്ഡ് ആയിരിക്കും, ലാംഗ്വേജ് ആണെങ്കിലും ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടൊക്കെ അല്ലേ. ഇപ്പം നിങ്ങൾ +2 കഴിഞ്ഞ ഉടനെ അബ്രോഡ് പോയിട്ട് പഠിക്കുകയാണ്. സോ നാട്ടിൽ നിൽക്കുന്നതും അബ്രോഡ് പോയിട്ട് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്? നിങ്ങൾക്ക് തോന്നിയൊരു ഡിഫറൻസ് എന്താണ്? ഞാൻ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയ ഒരാളായിരുന്നു. ലൈക്ക് എന്ത് ഡിസിഷൻ ഉണ്ടെങ്കിലും പാരൻസ് ആരോടെങ്കിലും ചോദിച്ചിട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. അവിടെ പോയി കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആയി. പിന്നെ ഭയങ്കര കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അതൊക്കെ മാറി കുറച്ചും കൂടി ആക്റ്റീവായത്. ഓക്കെ, ഫർസാനൊക്കെ എങ്ങനെയാണ് അത് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്? ലൈക്ക് ടൈം മാനേജ്മെൻ്റ് ആയാലും ഇവിടുത്തെ പോലെ അല്ല. അവിടെ ടൈം കുറച്ചുകൂടി കുറവാണ് ക്ലാസ്സിൻ്റെ. പക്ഷേ പഠിപ്പിക്കുന്നുണ്ട്, ബട്ട് ടൈം കുറച്ചുകൂടി കുറവാണ്. അപ്പം ടൈം മാനേജ്മെൻ്റ് ആയാലും
ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായാലും നമ്മളെല്ലാം അറിഞ്ഞ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിച്ചു. ഇപ്പോൾ കുട്ടികൾ അബ്രോഡ് പോയി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് പാർട്ട് ടൈം ഒക്കെ ചെയ്യുന്നുണ്ട്. സോ മന്ത്ലി എക്സ്പെൻസ് ഈ പാർട്ട് ടൈം ചെയ്യുന്നതിലൂടെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നതൊക്കെ ശരിയാണോ? ഞാൻ പാർട്ട് ടൈം ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ എൻ്റെ പേഴ്സണൽ നീഡ്സ് ഒക്കെ എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആ പാർട്ട് ടൈം ചെയ്തിട്ട് ഫീസ് അടയ്ക്കാൻ പറ്റുന്നുണ്ടോ? അത്രക്കൊന്നും പറ്റൂല, പക്ഷെ നമ്മളെ നീഡ്സിനുള്ള നമ്മളെ ബേസിക് നീഡ്സ്, മന്ത്ലി നീഡ്സിന്. ഓക്കെ, പിന്നെ കുറച്ച് ലാവിഷായി നടക്കാനൊക്കെ പൈസ കിട്ടും. നമ്മുടെ നാട്ടിലെ പോലെയല്ലല്ലോ ക്ലൈമറ്റ് ചേഞ്ചസ് ഒക്കെ അവിടെ ഉണ്ടാവാറില്ലേ? ഇപ്പം വിന്റർ ആണെങ്കിലും എക്സ്ട്രീം വിന്റർ ഒക്കെ വരാറുണ്ടല്ലോ. സോ ഇപ്പം അതുമായിട്ട് എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുന്നത്? ഇപ്പം നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇപ്പം യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴൊക്കെ എങ്ങനെയാണ് അതുമായിട്ടൊന്ന് അഡാപ്റ്റ് ചെയ്യുന്നത്? ലൈക്ക് ഇപ്പോൾ വിൻ്റർ ടൈമിൽ നല്ല തണുപ്പായിരിക്കും അവിടെ. അപ്പോൾ ഈ ബസ്സിലൊക്കെ ആണെങ്കിൽ ഹീറ്റർ ഓൺ ആയിരിക്കും. അതുപോലെ ഈ സീസൺ അനുസരിച്ച് അവർ അതിനനുസരിച്ച് എല്ലാം ചെയ്യുന്നുണ്ടോണ്ട് വലിയ പ്രശ്നമില്ല, അഡാപ്റ്റ് ആവാൻ കുറച്ച് ഈസിയാണ്. ഹോസ്റ്റലിൽ ഇതുപോലെ തന്നെയാണോ? അവിടെ അപ്പാർട്ട്മെന്റിലായാലും ഹോസ്റ്റലിലായാലും ഹീറ്റർ ഉണ്ടാവും, എല്ലാ റൂമിലും ഹീറ്റർ ഉണ്ടാവും. ഓക്കെ, സോ നല്ല വിന്റർ ആണെങ്കിലും നിങ്ങൾ അതുമായിട്ട് ഓക്കെ കംഫർട്ടബിൾ ആവും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ, നമുക്ക് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വിൻ്റർ ടൈമിൽ നമുക്കനുസരിച്ച് എത്രത്തോളം ചൂടാണോ അതങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സീസൺ മാറുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിടാവുന്നത്. അക്കാഡമിക്കലി എങ്ങനെയുണ്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി? പ്രാക്ടിക്കൽസും പിന്നെ സെമിനാർസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇപ്പോൾ റിസർച്ചിനൊക്കെ എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പ്രാക്ടിക്കൽസ് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഇയർ മുതൽ പ്രാക്ടിക്കൽ ക്ലാസ്സസ് ഉണ്ട്. പിന്നെ റിസർച്ചും സെമിനാറും ആണെങ്കിൽ സെമിനാർ നമുക്ക് ഒരു ടൈം തരുന്നുണ്ട്, ലൈക്ക് 2 weeks 3 weeks ടൈം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ടോപ്പിക്ക് പഠിക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ സെമിനാർസ് എടുക്കുമ്പം കുറച്ചും കൂടി ആ ടോപ്പിക്കിനെ കുറിച്ച് ഡെപ്ത് നമുക്ക് ഉണ്ടാവും, ഒരു ഐഡിയ ഉണ്ടാവും, കംപ്ലീറ്റ് ഐഡിയ ഉണ്ടാവും. ടീച്ചേഴ്സ് അപ്പം ഹെൽപ്പ് ചെയ്യുമോ കൂടെ? ഹെൽപ്പ് ചെയ്യും. അവർ ഏത് ടൈം മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും അതിന് വേണ്ട ഒരു ഗൈഡൻസ് അവർ തരും. അവൈലബിൾ ആയിരിക്കും അവർ. നമുക്ക് അത്രയും ഓപ്പൺ ആയിട്ട് അവരോട് ചോദിക്കാൻ പറ്റും. ആ ഒരു ഫ്രണ്ട്ലി ആണ്. ഓക്കെ, പിന്നെ റിസർച്ച് ആണെങ്കിൽ മന്ത്ലി ഒരു ട്രൈസ് ഒക്കെ ആയിട്ട് റിസർച്ചേഴ്സ് വന്ന് ക്ലാസ് എടുക്കും നമുക്ക്. ഇപ്പം ഈ ലാസ്റ്റ് മെയ് 19-20 ആയപ്പോൾ ഒരു 2 റിസർച്ചേഴ്സ് വന്ന് ക്ലാസ് എടുത്തായിരുന്നു. ലൈക്ക് ഹൗ ടു സ്റ്റാർട്ട്, എന്തൊക്കെ വേണം ഒരു റിസർച്ച് പേപ്പർ എന്നൊക്കെ രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പം കറൻ്റ്ലി ഇപ്പം 2-3 റിസർച്ച് ഗ്രൂപ്പ്സ് ഉണ്ട് കോളേജിൽ തന്നെ. അപ്പോൾ നമുക്കിപ്പോൾ MBBSൻ്റെ കഴിഞ്ഞിട്ട് നമുക്ക് റിസർച്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മൾ റെസ്യൂമിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾക്ക് എന്താണ് MBBS പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നെക്സ്റ്റ് പാത്ത് എന്താണെന്നുള്ളതിന് ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ MBBS കഴിഞ്ഞിട്ട് ഏത് എക്സാമാണ് നമുക്ക് കുറച്ചും കൂടി ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യും. ഇപ്പം പ്ലാബ് ആണെങ്കിലും USMLE ആണെങ്കിലും അങ്ങനെ ഏത് എക്സാംസ് ആണെങ്കിലും ഇതിന്റെ കോച്ചിങ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എപ്പോൾ തൊട്ടാണ്? ഏത് വർഷം തൊട്ട്? ലൈക്ക് സെക്കൻഡ് ഇയർ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ MBBS അബ്രോഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺട്രീസ് ആണെങ്കിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ അർമേനിയയിൽ തന്നെയാണെന്നുണ്ടെങ്കിലും മറ്റ് യൂണിവേഴ്സിറ്റീസും ഉണ്ടല്ലോ. സോ എന്തുകൊണ്ടാണ് എർബിനി യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനുള്ളൊരു കാരണം? അവിടെ ലൈക്ക് കൺട്രിയുടെ കാര്യം പറയാം ആദ്യം. കൺട്രി ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഫീസും കാര്യങ്ങളും എക്സ്പെൻസും ഒക്കെ നോക്കണമല്ലോ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി തോന്നിയത് അർമേനിയ കുറച്ചുകൂടി ലോ എക്സ്പെൻസ് ആണ്. ഫീസിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും കുറച്ചുകൂടി ലോ എക്സ്പെൻസ് ആണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ ഈ IAR അക്രഡിറ്റേഷൻ ഉള്ള ഒരേ ഒരു യൂണിവേഴ്സിറ്റി, അർമേനിയയിലെ ഒരേ ഒരു യൂണിവേഴ്സിറ്റിയാണ് എർബിനി യൂണിവേഴ്സിറ്റി. പിന്നെ ഫീസും എല്ലാം നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി ലൈക്ക് ഫ്ലെക്സിബിൾ ആണ്. ഫീസിൻ്റെ കാര്യം നോക്കിയാലും ഫിനാൻഷ്യലി വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. പിന്നെ അക്രഡിറ്റേഷൻ ആയാലും എല്ലാം കുറച്ചുകൂടി സേഫ് ഓപ്ഷനായിട്ട് തോന്നി. എന്തുകൊണ്ടാണ് അർമേനിയ തന്നെ ചൂസ് ചെയ്തത്? ഫസ്റ്റ് നമുക്കും ആ ഡൗട്ട് ഉണ്ടായിരുന്നു ഏത് കൺട്രി ചൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ റഷ്യ നോക്കി, പിന്നെ ജോർജിയ നോക്കി. റഷ്യ പിന്നെ വാർ ആയതുകൊണ്ട് അതങ്ങനെ വിട്ടു. പിന്നെ ജോർജിയ നമുക്ക് നല്ല എക്സ്പെൻസീവ് ആണ്. അക്കോമഡേഷൻ ആണെങ്കിലും കോളേജ് ഫീ ആണെങ്കിലും എല്ലാം കൊണ്ട് എക്സ്പെൻസീവ് ആയിരുന്നു. ഞാൻ പിന്നെ അർമേനിയ ചൂസ് ചെയ്തത്. അർമേനിയ ഒപ്പം ലിവിങ് എക്സ്പെൻസ് ലോ ആണ്, പക്ഷേ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിലൊരു കൺട്രിയാണ്. ഇപ്പം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, അതായത് പല യൂണിവേഴ്സിറ്റികളിലും ഓവർ ക്രൗഡഡ് ആയതിൻ്റെ പേരിൽ അഫിലിയേഷൻസിലൊക്കെ കുറച്ച് ഇഷ്യൂസ് വരുന്നുണ്ടെന്നുള്ളത്. അപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ടോ? അതായത് നമ്മുടെ കോളേജിൽ ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഉള്ളിൽ വരുന്ന കുട്ടികളെ അവരെടുക്കാറുള്ളൂ. ബാക്കി വരുന്നത് നെക്സ്റ്റ് ഇയറിലേക്ക് കയറാനാണ് അവർ പറയുന്നത് പൊതുവേ. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് ഓൾറെഡി. അവരെ കോളേജിൽ കുറേ കുട്ടികൾ ഓവർ ക്രൗഡഡ് ആവും. എന്നിട്ട് ഓരോ ഇയർ വെച്ചിട്ട് അവരെ എക്സ്പെൽ ചെയ്യും. ബിക്കോസ് ഐ ഗെസ് ലാസ്റ്റ് ഇയർ അപ്പോൾ ഇവർക്ക് ഇത്ര എമൗണ്ട് ഓഫ് ഡിഗ്രീസേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിലും കൂടി കുട്ടികൾ എടുത്തിട്ട് ലൈക്ക് ഓവർ ക്രൗഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ലൈക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ ചില ഏജൻസി ലൈക്ക് ഇഷ്ടംപോലെ സ്റ്റുഡൻസ് കയറ്റും. ലൈക്ക് ലിമിറ്റഡ് സീറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ലൈക്ക് ഒരു 150
200 എന്ന മാക്സിമം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ 300 സ്റ്റുഡൻസ്, 500 സ്റ്റുഡൻസ്, 1000 സ്റ്റുഡൻസിനെയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻസിന് പ്രശ്നം വരും. അപ്പോഴത്തേക്കും അവിടുന്ന് ലൈക്ക് ചെക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഇത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്ന രീതി വരുമ്പോഴത്തേക്ക് ചില യൂണിവേഴ്സിറ്റി അഫിലിയേഷൻസ് പോകും. ചില യൂണിവേഴ്സിറ്റീസ് സ്റ്റുഡൻസിനെ കുറയ്ക്കാൻ വേണ്ടി ഇയർലി അല്ലെങ്കിൽ സെം വൈസ് കട്ട് ചെയ്ത് എക്സ്പെൽ ചെയ്ത് കളയും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഭയങ്കര പാടാണ്. ലൈക്ക് ഇൻ കേസ് ഓഫ് അർമേനിയ എടുക്കുകയാണെങ്കിൽ, നമ്മൾ യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ ലൈക്ക് പെർ ഇയർ 120 സീറ്റ്സ് കൊടുക്കത്തുള്ളൂ. ലൈക്ക് 120 സീറ്റ്സ് ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ക്ലോസ്. അതിൽ കൂടുതൽ സ്റ്റുഡൻസ് എടുക്കില്ല. അപ്പം ആ ഒരു രീതിയിലാണ് നമുക്ക് ഇത്ര ഒരു ഇയറിൽ 120 സീറ്റ്സ് എന്ന രീതി ഫില്ല് ചെയ്ത് പോകുന്നത്. ഓവർ ക്രൗഡഡ് അല്ല. അപ്പം 120 സീറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ലൈക്ക് എല്ലാവർക്കും കുറച്ചും കൂടി ആക്സസബിളാണ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഏത് ടൈമിൽ ക്ലാസ്സസ് എടുക്കാനും എന്ന രീതിയിൽ. അവിടെ നമ്മുടെ റിയയുടെ ബാച്ചിലല്ലാതെ തന്നെ ഒരുപാട് സീനിയേഴ്സ് ഒക്കെ ഉണ്ടാവില്ല, മലയാളി കുട്ടികൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അവരുമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെ? അതായത് നിങ്ങൾ എന്ത് കാര്യത്തിനും അവർ കൂടെ നിൽക്കുന്നുണ്ടോ? എല്ലാ കാര്യത്തിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? വളരെ നല്ല ഹെൽപ്ഫുള്ളായ സീനിയേഴ്സാണ്. ഇപ്പോൾ എന്ത് ചോദിച്ചാലും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അവർ നമുക്ക് ഹെൽപ്പ് ചെയ്തിരും. ഇപ്പോൾ പാർട്ട് ടൈമിൻ്റെ ആണെങ്കിലോ അല്ലെങ്കിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തന്നെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ് അവർ. ഓക്കെ. പിന്നെ വേറെ കോളേജസ് വെച്ച് നോക്കുമ്പോൾ റാഗിങ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. സീനിയേഴ്സ് ആണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി, സിബ്ലിങ്സ് പോലെയാണ്. MBBS ചൂസ് ചെയ്യുന്ന സമയത്ത്, അതും എബ്രോഡ് MBBS ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് വെസ്റ്റ് മൗണ്ട് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത്? ലൈക്ക് ഞാൻ നീറ്റ് കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിൽ റിസൾട്ട് വന്നപ്പോൾ എന്തായാലും ഗവൺമെൻറ് സീറ്റ് കിട്ടത്തില്ല. ആ ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, എങ്കിൽ പിന്നെ എബ്രോഡ് നോക്ക്, അതുമ്പോൾ കുറച്ചുകൂടി എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, റിപ്പീറ്റ് ചെയ്ത് ഇയർ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. എബ്രോഡ് നോക്കുമ്പോൾ കുറച്ചുകൂടി നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് പോകുമ്പം കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും കോൺഫിഡൻസും ഒക്കെ കിട്ടും. അങ്ങനെ നോക്കിയപ്പോൾ കുറേ ഏജൻസീസ് ഉണ്ടായിരുന്നു. അതിൽ വെസ്റ്റ് മൗണ്ടിൻ്റെ വെബിനാർ വഴിയാണ് ഞാൻ കയറുന്നത്. വെബിനാർ കണ്ടക്ട് ചെയ്ത ടൈമിൽ കയറിയപ്പോൾ കുറച്ചുകൂടി ലൈക്ക് ജെനുവനായിട്ട് തോന്നി. എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്, കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആണ്, അഡ്മിഷനും പ്രൊസീജിയറും ആയാലും അവരെല്ലാം ഓക്കെ ആക്കി ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഈ ഡോക്യുമെൻറ്റേഷനും വിസ വരെയുള്ള ഒരുപാട് സ്റ്റേജസ് ഉണ്ടല്ലോ, അതിന് നിങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? എനിക്ക് ആ ടൈമിൽ കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ വിസയുടെ കാര്യത്തിലായാലും ഡോക്യുമെൻറ്റ്സിലായാലും ഭയങ്കര ഡൗട്ടായിരുന്നു. ആ ടൈമിലൊക്കെ ഞാൻ വിളിച്ചാലും അപ്പം തന്നെ എനിക്ക് റെസ്പോൺസ് കിട്ടും. അപ്പം തന്നെ പറയും ഇതിങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി, കറക്റ്റായിട്ട് കാര്യം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടി ഈസി ആയിരുന്നു എല്ലാം. സോ ആ പ്രോസസ്സിൽ കൺഫ്യൂഷൻ ഇല്ലാതെ, കൺഫ്യൂഷൻ ഡൗട്ട്സ് എന്തായാലും ഉണ്ടാകും, പക്ഷെ അത് ക്ലിയർ ചെയ്ത് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നെങ്കിലും അവരത് നന്നായിട്ട് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ഒരു ലാഗ് എടുപ്പിക്കുന്നില്ല, കറക്റ്റ് ടൈമിൽ തന്നെ അപ്പം തന്നെ ആൻസർ തരും. ഒരു പേടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, കുറച്ച് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന. സോ ഒരു ഡോക്യുമെന്റേഷൻ തൊട്ട് വിസ വരെയുള്ള അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നത് വരെയുള്ള എക്സ്പീരിയൻസ് ഭയങ്കര ഈസി ആക്കി മാറ്റി. ഓക്കെ. റിയയ്ക്ക് വെസ്റ്റ് മൗണ്ട് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു ഈ ഒരു ജേർണിയിൽ? ലൈക്ക് എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആയിരുന്നു. ഫർസാന ചേച്ചി പറഞ്ഞ പോലെ തന്നെ എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആയിരുന്നു ഇവർ. ഇപ്പം എന്തെങ്കിലും അവിടെ നിന്ന് കൺസേൺസ് ഉണ്ടെങ്കിൽ ഇവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ റെഡിയാക്കാൻ അവർ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. ഓക്കെ. സോ നിങ്ങൾക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ബ്രീഫിംഗ് സെഷനൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, നമ്മൾ പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളൊക്കെ കൺസേൺഡ് ആയിരിക്കണം, എന്തൊക്കെ പ്രിപ്പറേഷൻസ് നടത്തണം എന്നുള്ളത്. ആ ഒരു ബ്രീഫിംഗ് സെക്ഷൻ നിങ്ങൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ലൈക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. മെൻ്റലി ആയാലും പുറത്തോട്ട് പോകുന്നതിനെ കുറിച്ച് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. അപ്പോൾ അവർ എന്തൊക്കെ എടുക്കണം തൊട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യമായാലും അവിടുത്തെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളായാലും എല്ലാം അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എയർപോർട്ടിൽ ചെന്നാലും എല്ലാ ഡോക്യുമെൻറ്റ്സ് അവർ ചെക്ക് ചെയ്തിട്ടാണ് എല്ലാം എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് പോയത്. ഇവിടുത്തെ എയർപോർട്ടിൽ നിന്ന് അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളായാലും അവർ എല്ലാം ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പോകുന്നതിന് മുന്നേ ആയാലും അവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും, ലൈക്ക് സ്റ്റുഡൻസും അവരും മാത്രമായിട്ട്. അപ്പോൾ അതിൽ തന്നെ എല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ എടുക്കണം തൊട്ട് ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യമായാലും എല്ലാ ലിസ്റ്റും കാര്യങ്ങളും പറയുന്നുണ്ട്. അത് കുറച്ചുകൂടി ഹെൽപ്ഫുള്ളായിരുന്നു. എല്ലാം ഫോളോ അപ്പ് ചെയ്യാനും സാധനങ്ങൾ എടുത്ത് വെക്കാനായാലും എല്ലാം. പിന്നെ എത്ര ബാഗേജാണ് അലൗഡ്, എത്ര വെയിറ്റ് പറ്റും, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങൾ അവിടെ എത്തിയതിന് ശേഷം അവിടെ നിങ്ങൾക്ക് എന്താണ് അവിടെ നിന്ന് പിക്ക് ചെയ്ത് നിങ്ങൾ ഹോസ്റ്റലിലെത്തി അവിടെയുള്ള നിങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ അതിലൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ടത്? അവിടെ എത്തിയ ടൈം തന്നെ നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസിനെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരുന്നു. അവർ നമ്മൾ പിക്കപ്പ് ചെയ്ത് നമ്മൾ ഹോസ്റ്റലിലാക്കി തന്നു. പിന്നെ റൂം ഫുള്ളി ലൈക്ക് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ആ റൂമിലുണ്ടായിരുന്നു. ഹെൽപ്ഫുള്ളായിരുന്നു. ഫർസാനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? ഇപ്പോൾ അവിടെ ചെന്ന ടൈമിലായാലും ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ആളാണ് ഹോസ്റ്റൽ കൊണ്ട് കാണിച്ചു തരുകയും അവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുകയും എല്ലാം ചെയ്തിട്ട് പോയത്.
പിന്നെ അതിനുശേഷം മെഡിക്കൽ എടുക്കേണ്ടി വന്നു. TRC ഡോക്യുമെൻറ്റേഷൻ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ അവരുടെ സ്റ്റാഫാണ് ഹെൽപ്പ് ചെയ്തത്. അതിനുശേഷമുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരേണ്ട ഒരു സീനിയർ ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ട് കാണിച്ചു തരാനും എല്ലാം ഒന്നേന്ന് പറഞ്ഞു തരാനും ഒക്കെ ആയിട്ട് ഒരാളുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ പഠിച്ചിറങ്ങിയ ഒരാളെന്ന നിലയ്ക്ക് നമ്മളൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്? ഇനിഷ്യലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് അക്രഡിറ്റേഷൻ കാര്യങ്ങളും, പിന്നെ ലൈക്ക് ഓൺ ഹോസ്പിറ്റലിൽ പ്രാക്ടിക്കൽസ് എന്ന രീതിയിൽ, പിന്നെ ലൈക്ക് ഏജൻസ് പറയുന്ന മാത്രം കേട്ട് നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ അപ്രോച്ച് ചെയ്യുന്നു. ലൈക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസും ആ യൂണിവേഴ്സിറ്റിയിൽ ആ സ്റ്റുഡൻസിൻ്റെ പേരൻസുമായിട്ട് നമ്മളേക്ക് ഇമ്പാക്റ്റ് ചെയ്യണം. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരെന്തൊക്കെയാണ് നമുക്ക് റിവ്യൂസ് തരുന്നത് എന്ന രീതിയിൽ. ലൈക്ക് സ്റ്റുഡൻസിൻ്റെ അക്കാഡമിക്സ് എങ്ങനെയാണ്, കാര്യങ്ങൾ എങ്ങനെയാണ്, സേഫാണ് കാര്യങ്ങൾ, പിന്നെ എക്സ്പെൻസ് ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന രീതിയിലൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടുത്തെ സ്റ്റുഡൻസുമായിട്ട് നേരിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ നേരിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഷെൻഷ പറഞ്ഞല്ലോ, നമ്മൾ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവിടെ പഠിച്ച സ്റ്റുഡൻസിനും പിന്നെ അവരുടെ പാരൻസും പറയുന്ന റിവ്യൂസിനാണെന്നുള്ള കാര്യം. സോ ഇപ്പം റിയ പോകുന്നതിന് മുന്നേ ഇതുപോലെ പാരൻസിനോടോ അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനോടായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? ഞാൻ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കുട്ടീനോട് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ വെസ്റ്റ് മൗണ്ടനെ ഒരു കുട്ടി നമ്പർ തന്നു. എൻ്റെ പാരൻസ് സംസാരിക്കുക ചെയ്തത് സേഫ്റ്റി എങ്ങനെയാണ്, കോളേജ് എങ്ങനെയാണ്, അറ്റ്മോസ്ഫിയർ ഓക്കെ ആണോ, പഠിക്കാനൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് അവർ സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷമാണ് ഞാൻ പോയത്. ഓക്കെ. സോ ഫർസാനയ്ക്കും അതുപോലെ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? ഞാനൊരു സീനിയറിനോടാണ് സംസാരിച്ചത്. അപ്പം പുള്ളിക്കാരി എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഉറപ്പ് വരുത്തിയിട്ട് ഞാനും ഓക്കെ സേഫാണ്, നല്ലൊരു ഓപ്ഷനാണെന്ന് തോന്നിയിട്ട് ഞാനും സെലക്ട് ചെയ്തത്. ഓക്കെ. നമ്മുടെ എരബനി മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സുകളെ കുറിച്ചും അവിടുത്തെ MBBS ലൈഫിനെ കുറിച്ചും ഒക്കെ നമ്മളോട് ഷെയർ ചെയ്ത ഡോക്ടർ ഷെഹൻഷാ ആൻഡ് സ്റ്റുഡൻസായ ഫർസാനയ്ക്കും റേയ്ക്കും എ ബിഗ് താങ്ക്സ്. അവർ എന്തുകൊണ്ട് MBBS അർമേനിയ ചൂസ് ചെയ്തു, ആൻഡ് നാട്ടിൽ പ്രൈവറ്റ് കോളേജിലൊക്കെ പഠിക്കുന്ന ക്യാഷിന് എന്തുകൊണ്ട് പുറത്തു പോയി പഠിക്കണം എന്നൊക്കെ സംസാരിച്ച ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അടുത്തൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.